ഒരാഴ്ചയായി തുടരുന്ന വെള്ളപ്പൊക്കം മൂവാറ്റുപുഴ നഗരസഭ 3-ാം വാർഡിന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ദുരിതം. 2 തവണ വീടുകൾ ക്ലീൻ ചെയ്യുകയും വീണ്ടും വെള്ളം കയറുകയും ചെയ്ത സാഹചര്യമാണ് വാർഡിലുണ്ടായത്. വാർഡ് കൗൺസിലർ ഷഹന മാഹിന്റെയും മറ്റ് പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് വീണ്ടും ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടങ്ങിയ വെള്ളപ്പൊക്കം മൂവാറ്റുപുഴ നഗരസഭ 3-ാം വാർഡിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. 1-ാം തീയതി രാവിലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. മൂവാറ്റുപുഴ നഗരത്തിൽ ഏറ്റവും അധികം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നാണ് 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഇലാഹിയ നഗർ. വാർഡിലെ 15ഓളം വീടുകളിലാണ് ആദ്യം വെള്ളം കയറിയത്. നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ഷഹന മാഹിനും പ്രവർത്തകരും ചേർന്ന് വാർഡിലെ ജനങ്ങളെ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയപ്പോഴും വീടിനുള്ളിൽ മുഴുവൻ വെള്ളം കയറിയിരുന്നു. എന്നാൽ ഒരു ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നഗരസഭാധികാരികളും വാർഡിലെ പ്രവർത്തകരും ചേർന്ന് വീടുകൾ ക്ലീൻ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ ഒരു ദിവസം തികയുന്നതിന് മുൻപേ തന്നെ വീണ്ടും വാർഡിലെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ടായി. വീണ്ടും ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുകയും ചെയ്തു. 3-ാം തവണയാണ് ഇത്തരത്തിൽ വാർഡിലെ ഇലാഹിയ നഗറിൽ വെള്ളം കയറിയത്. ജനങ്ങൾക്ക് മരുന്നിനോ ഭക്ഷണത്തിനോ യാതൊരു കുറവും വരുത്താതെ ഷഹന മാഹിനും മാഹിൻ വെള്ളിയത്തുകുടിയലിൻ്റെയും നേതൃത്വത്തിലുള്ള കൗൺസിലറും പ്രവർത്തകരും ചേർന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിരുന്നു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡ് ഇലാഹിയ നഗറിൻ്റെ ഏരിയയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളടിയോളം വെള്ളം കയറി ഇവിടെ ഫുള്ളായിട്ട് നനഞ്ഞിരുന്നാണ്. ഒരു പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്ത് വീടുകളിൽ നിന്ന് ആളുകൾ പോയി. രണ്ടാമതും വീണ്ടും അതേ രീതിയിൽ വെള്ളം കയറി വീണ്ടും ആളുകളെ മാറ്റി പാർപ്പിച്ച് വീണ്ടും ക്ലീൻ ചെയ്ത് ജനങ്ങൾ വീണ്ടും ക്യാമ്പിൽ നിന്ന് ഇന്നാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇന്ന് തിരിച്ചു വന്ന് ഇവരെല്ലാം സുഖമായിട്ട് താമസിക്കാമെന്നുള്ള വിശ്വാസത്തോടെ വന്നെങ്കിലും മഴയും മറ്റുള്ള അലർട്ടുകളും ബാക്കിയുള്ള വന്നിരിക്കുന്നു. ഏറ്റവും നന്നായിട്ട് മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ ഏറ്റവും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങളും ക്യാമ്പിലാണെങ്കിലും മറ്റ് ജനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും വേണ്ട എല്ലാ നടപടികളും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി നഗരസഭ ചെയ്തു കൊടുത്ത ഒരു വാർഡാണ്. പ്രത്യേകിച്ച് കൗൺസിലറായ ആളായാലും ശരി, ചെയർപേഴ്സണായാലും മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല കൂട്ടായ പ്രവർത്തനത്തോടെ നല്ല രീതിയിൽ നടന്ന ഒരു വാർഡാണ് ഇലാഹിയ നഗറിൽ. വീടുകൾ ശുചീകരിക്കുന്നതിനും ഇവർ തന്നെ മുന്നിൽ നിന്നു. നഗരസഭയിലെ മറ്റൊരു വാർഡിലും ബാധിക്കാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത ദുരിതമാണ് 3-ാം വാർഡിലെ ഇലാഹിയ നഗറിനെ ഇത്തവണത്തെ വെള്ളപ്പൊക്കം ബാധിച്ചത്. സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ സംഘടിപ്പിക്കുന്നതിനും വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും വാർഡ് കൗൺസിലർ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. 5 ദിവസത്തിനിടെ 3 തവണയാണ് വീടുകളിൽ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്തത്. ഇതിൽ 2 തവണ പല തവണകളിലായി വീട്ടുടമസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് വീട് ശുചീകരിക്കുന്നതിനും സാധിച്ചു. എന്നാൽ തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച കനത്ത മഴ ചൊവ്വാഴ്ച രാവിലെയോടെ വീണ്ടും വീടുകളിൽ വെള്ളം കയറാൻ കാരണമായി. ബുധനാഴ്ച രാവിലെയോടെയാണ് വീടുകളിൽ നിന്ന് പൂർണ്ണമായും വെള്ളം പിൻവാങ്ങിയത്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് കുറഞ്ഞതും വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതും ഈ പ്രദേശത്ത് നിന്നും വെള്ളമിറങ്ങിപ്പോകാൻ കാരണമായി.